എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേരി റോട്ടിൽ നിയോ ഹോസ്പിറ്റലിലേക്ക് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലത്തും നമ്മുടെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. കൊല്ലം പാലത്തറ ട്രാവൻകൂർ മെഡിസിറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിലൂടെ വാഹനം പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഷെർബിലാണ് കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ ഫോർച്യൂണറിന് കോമ്പറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം വെഹിക്കിൾ ആണ്. അത് എംജിന്റെ ആണ്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അല്ല. ഫോർച്യൂണറിനായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ഒരു 7 സീറ്റർ വെഹിക്കിൾ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. മുറിസ് ഗ്യാരേജിന്റെ ഗ്ലോസ്റ്റർ. ഇത് 2024 മോഡലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ്. വളരെ ലോ കിലോമീറ്റർ ഓടി ഷോറൂം കണ്ടീഷനിലുള്ള ഒരു വെഹിക്കിളും കൂടെയാണ് കേട്ടോ. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഷോറൂമിൽ എങ്ങനെ ഈ ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ യൂസ് ചെയ്യാൻ പറ്റും. ഒരു തരത്തിലുള്ള സ്ക്രാച്ചുകൾ ആക്സിഡന്റുകൾ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്യുക. ഫസ്റ്റ്ലി ഹൈലി നല്ലൊരു ഗ്രില്ലും കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നത്. അതിൽ എംജിന്റെ ലോഗോ കാര്യങ്ങൾ മാത്രമേ ക്രോം എലമെന്റ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കണേ. രണ്ടാമത്തത് വരുന്നതാണ് ഇതിന്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. റെഡ് എലമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റെഡ് എലമെന്റ് കൊടുക്കുന്നത് താഴെ കണ്ടില്ലേ. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ നല്ല വലിയൊരു 19 ഇഞ്ചിന്റെ ടയർ എന്തായാലും കൊടുക്കുന്നത്. വളരെ ലോ കിലോമീറ്റർ ആണ് ആദ്യം പറഞ്ഞു. അതിന്റെ ടയർ 100% നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പ്ലാസ്റ്റിക് ക്ലാഡിങ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബ്രിഡ് ഡൈനാമിക് എന്നൊരു വെഡ്ജിങ് കാര്യങ്ങളും കാണാം. ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. ക്രോമിയം ഹാൻഡിലുകളും കാര്യങ്ങളും കാണാം. പിന്നെ മിറർ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളെ റെഡും കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. ഗ്ലാസ് ഞാൻ കുറച്ച് താഴ്ത്തിയുണ്ട്. ഭയങ്കര വെയിലാണ് ഇവിടെ. ഇത് നമ്മളെ ഫോക്കസ് മോട്ടോഴ്സ് കൊല്ലത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ വെഹിക്കിളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായത്. നിങ്ങളെ നോക്കിയാൽ ആ ഒരു ഹൈറ്റൊക്കെ വളരെ ആ സ്റ്റാൻഡൊക്കെ മനസ്സിലായില്ലേ. ഇവിടെ ഒരു LC ഒരുപാട് വെഹിക്കിളിൻ്റെ സിമിലാരിറ്റീസ് ഈ ഒരു വെഹിക്കിളിലുണ്ട്. പക്ഷെ നല്ല വലിയൊരു വെഹിക്കിളാണ്. ബാക്കിലും സെയിം ആൻഡ് ടയർ എന്തായാലും കൊടുക്കുന്നത്. 100% ടയറും കാര്യം വരുന്നുണ്ട്. ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡീസൽ വെഹിക്കിളാണ്. ജസ്റ്റ് ഉള്ളിൽ നിന്നാണ് തുറക്കുന്നത് കേട്ടോ. സെൻസേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ക്ലാഡികൾ കാണാം. ആദ്യം റെഡ് ലൈൻ കൊടുത്തിന്. ഡുവൽ എക്സോസ്റ്റ് ആണ്. പക്ഷേ 4 എക്സോസ്റ്റ് പൈപ്പിൻ്റെ ഡിസൈൻ എലമെന്റ് ഇതിൽ വരുന്നുണ്ട്. 4 വീൽ ഡ്രൈവ് എന്നതിൽ വാരിങ് കാണാം. അഡാസ് കാണാം. ഗ്ലോസ്റ്റർ അത് നമ്മൾ ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്റർനെറ്റ് ഇൻസ്റ്റേറ്റിൽ നമ്മൾ എംജിന്റെ പൊതുവെ കണ്ടിരുന്ന സംഭവമാണ്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ടെയിൽ ഗേറ്റ് ആണ്. ക്യാമറ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഓപ്പൺ ആവും. കണ്ടില്ലേ. ഇത് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ പിടിച്ചിട്ട് ഫോൾഡ് ചെയ്യാം കേട്ടോ. സീറ്റ് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ഫോൾഡ് ചെയ്യാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ഫോൾഡ് ചെയ്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 6 സീറ്റർ ആണ് വരുന്നത്. ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ. ഇന്റീരിയറൊക്കെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇലക്ട്രിക്കലൊക്കെ എന്ത് ചെയ്യുക, ക്ലോസും ചെയ്യാം. അപ്പോൾ അളവർ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. നമുക്ക് ബാക്ക് സൈഡ് തുടങ്ങാം, എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. ബാക്ക് സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ, വളരെ നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഇന്റീരിയർ ആണ്. പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ഫുള്ളാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ നീറ്റാണ്. മാറ്റൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നേസിവൻ്റെ ഒക്കെ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ കൺട്രോൾസും കാര്യങ്ങളാണ് വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള നല്ല ഷോറൂം കണ്ടീഷനിലുള്ള ഒരു വെഹിക്കിളാണ്. നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ ഒന്ന് പോയി നോക്കാം. ഫ്രണ്ടിൽ കീല സെൻറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷനോട് കൂടിയുള്ള സീറ്റാണ്. മസാജിങ് ഫംഗ്ഷൻ ആട്ടോ. മസാജിങ് കൂടെ ഉണ്ട്. 4 ഡോർ വിൻഡോ ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഇന്റീരിയറിലൊന്ന് കയറിയാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ക്യാബിന്. AC കുറച്ച് പവർ ഉണ്ടാവും, കാരണം ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൺറൂഫിൻ്റെ കൺട്രോളാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ബൂട്ടിൻ്റെ കൺട്രോളാണ് ഇവിടെ വരുന്നത്. നമുക്ക് കണ്ടില്ല, ബൂട്ട് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. വലിയൊരു ടച്ച് സ്ക്രീനും കാര്യങ്ങളും ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്യാസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കവറും കൂടെ അയച്ചിട്ടില്ല. കണ്ടില്ലേ, ഇത്രയും ഷോറൂം കണ്ടീഷനിലെ വെഹിക്കിളാണ്. നമ്മളൊരു ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഗിയർ സെലക്ടറാണ് വന്നിട്ടുള്ളത്. ഒരുപാട് മോഡുകളുണ്ട്. 4 വീൽ ഡ്രൈവ് ആണ് ആദ്യം പറഞ്ഞു. സാൻഡിസ്റ്റിനോ പിന്നെ ഓട്ടോമാറ്റിക് എല്ലാ മോഡുകളിൽ വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോളും ഹിൽ കൺട്രോളും പിന്നെ ആക്സൽസിൻ്റെ നമ്മൾ ആ 4 വീൽ ഡ്രൈവിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ ഡിജിറ്റൽ കൺസോളാണ് കൊടുത്തിട്ടുള്ളത്. പാഡൽ ഷിഫ്റ്റേഴ്സും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഫോണൊക്കെ ഉണ്ടല്ലേ, നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ള വെഹിക്കിളാണ്. അത്യാവശ്യം എല്ലാം വേണ്ടില്ല. നമ്മൾ ഫോർച്യൂണറിന്റെ ഉള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ റിലയബിലിറ്റിന്റെ കാര്യത്തിൽ ഫോർച്യൂണർ കോംപ്രമൈസ് ഇല്ല. എങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 7 സീറ്റർ എന്ന എല്ലാ ഫീച്ചറും ഉള്ള ഒരു കിഡിലം വെഹിക്കിളാണ് നമ്മുടെ MGയുടെ ഗ്ലോസ്റ്റർ. അപ്പോൾ ഈ ഒരു വെഹിക്കിളിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കട്ടോ. ഇത് 2024 മോഡലാണ് കേട്ടോ. 2024 10 10-ാം മാസമാണ് ഈ ഒരു വെഹിക്കിൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 7390 കിലോമീറ്റർ ആണ് വെഹിക്കിൾ. അതായത് 1400 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ആകെ ഓടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെഹിക്കിളാണ്. ആൾ ഓവർ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. അതുപോലെ തന്നെ ID വാല്യൂ ഏകദേശം 29 ലക്ഷത്തോളം ID വാല്യൂം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിന് നമ്മളെ ഗ്ലോസ്റ്ററിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏകദേശം 42 ലക്ഷം രൂപയാണ് നമ്മളിവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇത് നമ്മളെ കൊല്ലം ഫോക്കസ് മോട്ടോഴ്സിലാണ്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. എല്ലാ
എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ എല്ലാ ലിസ്റ്റും വരുന്നുണ്ട് കേട്ടോ. focusmotors.in അടിച്ചു കഴിഞ്ഞാൽ www.focusmotors.in അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് പേജിൽ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്.